ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു ഫാമിലി വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ പശുക്കൾ, അതാണ് നമ്മുടെ വീഡിയോസിൽ കൂടുതൽ വരാറ്. അപ്പോൾ നമ്മുടെ പശുക്കളൊക്കെ ഫാമിൽ വന്നു. രാവിലെ അവർ പുല്ലൊക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 4 മണിക്ക് 4:30 ആകുമ്പോഴാട്ടോ ഇങ്ങോട്ട് കയറി വരാം. അപ്പോൾ നമ്മൾ പുല്ലൊന്നും പറിച്ചിട്ട് കൊടുക്കാറില്ല. അവർ പറമ്പിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് തന്നെ പുല്ലൊക്കെയാണ് അവർ കഴിക്കാറുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ടൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ അവർ ഉച്ച സമയത്തൊക്കെ ചില സമയത്ത് തണലത്തൊക്കെ കിടന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും. പിന്നെ മഴയാണെങ്കിലും മഴയത്താണെങ്കിലും ഒക്കെ നിന്ന് കഴിക്കണ കാണാം കേട്ടോ. പിന്നെ വൈകുന്നേരം സമയങ്ങളിലാണ് ഇവർ കൂടുതൽ പുല്ല് കഴിക്കണത് കാണാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ നേരം വൈകുന്നേരം നിന്നിട്ടൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സമയമാകുമ്പോഴാണ് നമ്മൾ കറവയ്ക്ക് കയറ്റുക. പിന്നെ രാവിലത്തെ കറവയാണെങ്കിൽ നമുക്ക് 5 മണിക്ക് നമ്മുടെ എഴുന്നേറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറവ തുടങ്ങണ 6 മണിക്കാണ് കേട്ടോ. ആകെ 4 പശുക്കളുടെ കറവേ ഉള്ളൂ നമുക്കിപ്പോൾ. നമ്മൾ ഫാമിൽ പശുക്കളുടെ എണ്ണമൊക്കെ കുറച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായില്ല. നമ്മൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചേക്കാണ് പശുക്കളുടെ എണ്ണം. നേരത്തെ ഒരു ബായിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ. ഇപ്പോൾ ബായി നാട്ടിൽ പോയി. പിന്നെ നമ്മൾ അവനെ വിളിച്ചിട്ടില്ല. പിന്നെ നഷ്ടത്തിൽ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ തന്നെ ആക്കി. അപ്പോൾ ഒരു 2 നേരത്തെ കറവില്ല. ഇപ്പം എല്ലാ പശുക്കളുടെയും കറവയൊക്കെ കുറഞ്ഞു. എല്ലാവരും ഗർഭിണിയായി. ഇപ്പോൾ ഒരാൾ അബോഷനായി പോയിട്ടോ, നമ്മുടെ ഭദ്രമ്മ. ഈ ഭദ്രമ്മ നമുക്ക് അബോഷനായി 2 മാസമായപ്പോൾ പ്രസവിച്ചു പോയി. എന്താ കാരണം എന്നൊന്നും അറിയില്ല. അപ്പം അങ്ങനെ അവൾ ഗർഭിണിയല്ല. പിന്നെ ഒരാളെ നമ്മൾ പ്രസവിച്ചിട്ട് ഇപ്പോൾ 3 മാസം ആയിട്ടുള്ളൂ. വെച്ചിട്ടിപ്പോൾ 3 മാസം ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇയാളുടെ കറവ നമ്മൾ പെട്ടെന്ന് ഇനി കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ പാല് കുറയും. അപ്പോൾ അതുകൊണ്ട് ഇനി നല്ലൊരു പാലുള്ള പശുവിനെ എടുക്കണോ വേണ്ടെന്നുള്ള ആലോചനയിലാണ്. നമുക്ക് കസ്റ്റമറൊക്കെ കളയണ്ടല്ലോ, അവരിങ്ങനെ ഓരോ പരാതി തരാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കണോണ്ട് നമ്മൾ പരമാവധി അവർക്ക് കൊടുക്കാൻ നോക്കും. അപ്പം നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിലോട്ടുള്ള പാലൊന്നും നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഒരു പശുവിനെയും കൂടി വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നല്ല പശു നമുക്ക് വേണമെങ്കിൽ ഒരു പശു കിട്ടുവാണെങ്കിൽ നമ്മൾ എടുക്കും പശുക്കളെ. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ വിശാലമായിട്ട് നിൽക്കുകയാണ്. 2 പേര് വന്ന് കിടന്നു. ഇവർക്ക് ഒരു 5 മാസമാണ്. ഇപ്പോൾ ചേനയിലാണ് ഇവളെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പാലിപ്പം നമുക്ക് രാവിലത്തെ കറവയിൽ മാത്രം ഒരു 2.25 പാലുള്ളൂ. ഒരു നേരത്തെ കറവേ ഉള്ളൂ കേട്ടോ അവൾക്കിപ്പം. അപ്പം ഈ 2.25 പാല് നമ്മൾ ഇപ്പോൾ കൊടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പശുവിനെ കിട്ടിയിട്ട്, ഒരു കറവ പശുവിനെ കിട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ ഇപ്പം കൊടുക്കാൻ നിർത്തിയേക്കണേ. ഈ തരം പശുക്കൾ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊന്നും അധികം വിൽപ്പനയ്ക്ക് കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് പശുക്കൾ നമുക്ക് പെട്ടെന്ന് വിചാരിക്കണ പോലെ ഓടിപ്പോയി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ വിലയും കൂടി ഇതാവണമല്ലോ, വിലയിലും കൂടി നമുക്ക് ഇതായിട്ട് വരണം. മാത്രം നമുക്ക് പശുവിനെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മിടിക്കുക കേട്ടോ അവള്. ഇപ്പോൾ അവള് തീറ്റയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഓടി വന്ന് നമ്മുടെ വീരനെ ഒന്ന് കുടിപ്പിച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ അകിടൊക്കെ ചൊരുത്തി നിൽക്കുക കേട്ടോ ആളുടെ. അപ്പം നമുക്ക് കറവ തുടങ്ങാം. ഹലോ സുഭദ്രമ്മേ, നമുക്ക് കറക്കാം. നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ 2 നേരത്തെ കറവ. കുഞ്ഞാപ്പൂ, നമുക്ക് കറക്കാം. നമ്മുടെ കുഞ്ഞു പശുവാണേ. നമ്മുടെ കുഞ്ഞായപ്പോൾ നമ്മൾ വളർത്തി തീറ്റ കൊടുത്ത് ഇണക്കി വളർത്തി വന്ന പശുവാണ്. പക്ഷേ എത്രയൊക്കെ ഇണക്കി വളർത്തിയാലും ഇവള് പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ചവിട്ട് നല്ലതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ 3 പ്രസവമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവൾ നല്ലൊരു മിടുക്കി അമ്മയായിട്ട് മാറി. വലിയ ശല്യമൊന്നുമില്ല. എന്നാലും അവളുടെ ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറവയ്ക്ക് കയറ് കെട്ടിയിട്ടുള്ള ഒരു ശീലത്തിൽ കൊച്ചിനൊരു കാലിലൊരു കയറ് വേണം. എന്നാൽ മാത്രം അവൾ മിടുക്കിയായിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ കാലൊക്കെ കുത്തിട്ടൊന്ന് അനക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ നമ്മുടെ പാല് തട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവളെയൊക്കെ കെട്ടണത്. എല്ലാവരെയും തന്നെ കെട്ടിയിട്ടാണ് കേട്ടോ കറക്കണത്. ഇവിടെ ഒരു തിരുമേനിയുടെ അടുത്തു നിന്നാണ് ഇവളെയും വാങ്ങിച്ചത്. ഇവളെ കെട്ടാതെ കറന്നുകൊണ്ടിരുന്നതാണ് തിരുമേനി. പക്ഷേ നമ്മുടെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ചാട്ടവും ബഹളവും ഒക്കെ ആയി. പിന്നെ കെട്ടണ്ട വന്നു. ഇപ്പം വെറുതെ കയറൊന്ന് കാണിച്ചാൽ മതി, കെട്ടി കയറൊന്ന് വെക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സേഫ്റ്റിക്കും
നമ്മുടെ പാല് പോവാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കെട്ടണതാണ്. നന്ദിനി ഇതെന്തായി കാണിച്ചു വെച്ചേക്കണേ? കൊമ്പൊക്കെ അതേ മണ്ണിലൊക്കെ ഇട്ട് കുത്തി കൊണ്ടുവന്നേക്കാം കേട്ടോ. അവരുടെ ഒരു കളിയാണ് മണ്ണിലിട്ട് ഈ കൊമ്പിട്ട് കുത്തി കളിക്കുക എന്ന് പറയണത്. അപ്പോൾ നമുക്ക് കറവ തുടങ്ങാം. ഒക്കെ എഴുന്നേക്കണമെങ്കിൽ നമ്മൾ തീറ്റപ്പാത്രമായിട്ട് വരണം കേട്ടോ. അപ്പോഴാണ് എഴുന്നേക്കുള്ളൂ. അതുവരെ ഇങ്ങനെ കിടക്കും. അവിടെ തീറ്റ എടുക്കണ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുക്കും കേട്ടോ. പിന്നെ ഇതേ ഞാൻ കറക്കാൻ പോകണം. നമ്മുടെ കറവക്കാരൻ ഞാൻ തന്നെയാണ് കേട്ടോ. കറവക്കാരി ഞാൻ തന്നെയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കണാണ് വീഡിയോ മാൻ, ക്യാമറാമാൻ. അപ്പോൾ ആള് ഇതേ സൈക്കിള് കിട്ടി വേർത്ത് കുടിച്ച് വന്നേക്കാണ്. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല വീഡിയോ എടുക്കല്. അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല അല്ലേ കുഞ്ചപ്പോ? വീഡിയോയുടെ കാര്യം പറയാൻ ഫോണിനെ ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ ഫോൺ എനിക്ക് ടേക്ക് ഓവർ ചെയ്താണോ? സ്പ്രിംഗ് കാർഡല്ലേ അമ്മ പൊട്ടി പൊട്ടിയിട്ടില്ല എന്ന് തോന്നണം. അപ്പോൾ നമുക്കിതേ ഒരു കപ്പ് വെള്ളം എടുക്കണം. അകിടൊക്കെ കഴുകി നമുക്ക് കറവ തുടങ്ങാം. അപ്പോൾ നമ്മുടെ അവിടെ ഇനി സെറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ കാല് കെട്ടാം. 8 കെട്ട് കെട്ടണം കേട്ടോ. ഇവിടെ വലിയ പ്രശ്നക്കാരൊന്നും അല്ല. പക്ഷെ ഇവളുടെ വാലൊരു പ്രശ്നമാണ്. അവളുടെ വാലിട്ട് നമ്മുടെ കണ്ണിലിട്ടൊക്കെ അടിക്കും. അതൊരു വിഷയമാണ്. അപ്പൊ ഞാൻ വാലോട് കൂടി കെട്ടി കാലടിപ്പിച്ചു നോക്കൂ കുഞ്ഞു. വാല് പോയി. വാല് പോയി. വാലവളി ഭദ്രമേ സുഭദ്രേ. സുഭദ്രയുടെ ഒരു കുഞ്ഞിവാല്. ഈ കുഞ്ഞിവാലിട്ട് എന്റെ മുഖത്തിട്ടൊക്കെ അടിച്ച് നിന്റെ വാലിയൊക്കെ വെച്ചു. അവിടെ ഇട്ടട്ടെ. ഈ എണ്ണ വേണം. കറക്ക് എണ്ണ വേണം. അതെവിടെ നാവോ കിട്ടിപ്പോയി. ഇങ്ങനെ എടുത്താൽ മതി. അതൊക്കെ കയ്യിലാവൂല. ഇതല്ലേ എണ്ണ വാങ്ങിച്ചു വിടാമേ. വേറെ പണിയുണ്ടാ കൂടെ. അകിടൊക്കെ കഴുകി പാല് കൊടുത്തേരുന്ന ശുഭ്രു പാല് കുടിപ്പിച്ചേരുന്നാ. ചൊരുത്തിയൊക്കെ നിക്കണ്ടല്ലോ. കൊറേ പാല് കുടിപ്പിച്ചാ അവിടെ വീർത്തിക്കണ്ടല്ലേ. അപ്പൊ ഞങ്ങൾ കൂടിയുള്ള പാലായിട്ടുണ്ട്. അവര് വീട്ടിലുള്ള ചൊരുത്തിയതാണ്. അവള് പാല് കുടിച്ചു. കുടിച്ചല്ല, ഞാനല്ലേ കിട്ടിയത്. അപ്പൊ അവിടെ മോന് നോക്കി ചൊരുത്തിയതാ. അത് ചിലപ്പേ ഇവിടെ കെട്ടിക്കണ്ട അവനെ മാറ്റി അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് കെട്ടിയിരുന്നു. അതായിരിക്കും ചിലപ്പേ. അതേന്ന് ഒരു 5 ലിറ്റർ പാലിടൂടി നമുക്ക്. 5 ലിറ്റർ താടി മതി. കാമധേനൊന്നൊരു പശു ഉണ്ടായി പുരാണങ്ങള്. ആ കാമധേനി എന്തോരം ചൊരിച്ചു, എന്തോരം പാല് വേണമെങ്കിലും കറന്നെടുക്കാം കാമധേനിന്റെ. ഇത് കാമധേനല്ല, പക്ഷേ എല്ലാം കൊടുക്കും. കാമധേനു എന്നോട് ആവശ്യപ്പെടുന്നതെല്ലാം കാമധേനു കൊടുക്കും. അതുപോലെ ഒരു കാമധേനു ആവാമോ? ആവാന്ന് തലയാട്ടിയോള്. അതെ. ശുഭു ചുബുരു 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 ചുബുരു. കൈ കാഴ്ച അല്ലേ? ഇത് ബാലായിട്ട് കുടഞ്ഞവന് ഉണ്ടാ. ഒരു കാമ്പ് കുഞ്ഞി കാമ്പ. അപ്പൊ അതിങ്ങനെ വട്ടം പിടിക്കുമ്പോഴേ ഒരു മരുന്നിന് പിടിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ കറക്കേണ്ടത്. ഇങ്ങനെയല്ലേ? പിന്നെ ഇതിങ്ങനെ
അത് കാമ്പ് വേനെടുത്ത് ശരി ഹിന്ദിക്കാർ കറങ്ങണത്. അതേന്ന് ആരൊക്കെ ഓർക്കാൻ പറ്റിക്കണേ നിന്നോണ്ട് കുറുക്കാൻ പിടിച്ചതാ. മഴയൊക്കെ കൊണ്ടിട്ട് മൂക്കടപ്പം ഒരമ്മ എഴുന്നേറ്റ് അത് വെച്ചിട്ടാണോ കുറിക്കുന്നത്? ചവിട്ടരുത് പ്ലീസ്, അപേക്ഷ. ഞാൻ ഈസി വിട്ടോട്ടെ. വീരരാജശൂര എടാ എടാ ഓക്കെ. ആ അമ്മയായിട്ട് സുഹൃത്തുക്കളെ അയച്ചത് ഞാനല്ല കേട്ടോ. അവള് വിളിക്കണം അവിടുന്ന്. എത്തിയോ കോക്കണ് വേറെ ഒന്നിനും വെച്ചെടുക്കൂല. അവിടെ കുഞ്ഞിനെ ശാസിക്കാനാണ് വെച്ചെടുക്കണത്. ശ്വാസിക്കാന്ന് വെച്ചാ വിളിക്കണം എന്ന് പറഞ്ഞാ പോരെ. മനുഷ്യന് മനസ്സിലാത്ത വേർഡ്സും കൊണ്ടൊന്നും നോളൂ. അത്ര മതി. നീ അമ്മേമോനിന്റെ എന്നെ പറ്റിക്കാനല്ലേ ഞാൻ അത്ര തരുള്ളൂ. കാരണം കഴിഞ്ഞ് എനിക്ക് കിട്ടാനുള്ള പാല് കിട്ടിക്കഴിഞ്ഞു ഞാൻ നിൽക്ക് അയച്ചു വിട്ട അമ്മയ്ക്ക്. ചെരുപ്പിപ്പോ ചൊരുക്കിയിട്ടില്ലാട്ടോ. ചെറുതായിട്ട് ചൊരുക്കി. ഇനി കറന്ന് വരുമ്പോൾ ചുരുക്കി തരും. അവന് സുഭദ്ര എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മൂത്രം ഒഴിപ്പിക്കും. അമ്മമാര് ചെയ്യുന്ന പോലെ മോന് മൂത്രം ഒഴിപ്പിക്കുകയാണ് കൊച്ചിനെ. ഒഴിച്ച് നമ്മള് മൂത്ത് വെച്ചാന്നൊക്കെ ചോദിക്കുകയാണ് സുഭദ്ര. കൊട്ട അപ്പൊ ക്യാരി ഓൺ യുവർ പ്രോസസ്. ഐ എം ഗോയിങ്. എനിക്കറിയാം കണ്ടേ അഭിഞ്ഞേ എനിക്ക് പേടിയാന്നുള്ളൂ. ആണല്ലേ? കണ്ണനെ അറിയാ. കണ്ണൻ കറന്നിട്ടുള്ളൂ ഇത്. കണ്ണാ വേഗം വാ. അവിടെ സൈക്കിൾ പാർക്ക് ചെയ്യും. എന്നിട്ട് ഇങ്ങോട്ട് കയറുക. നീ കടന്നിട്ടുള്ളതല്ലേ പണ്ട്? അയിനി സുഡു വെക്കലേ കാണുള്ളൂ, വേറൊന്നും കാണുള്ളൂല്ലേ? എവിടെ എന്തോടാ? അതാവുമ്പോ ഞാനിവിടെ ബോറടിച്ചിട്ടുണ്ടല്ലേ. പശു തൊഴിക്കണൊക്കെ എനിക്കൊന്ന് ചിരിക്കുക. അവിടെ ഒന്ന് വന്നാടാ. അടാ എന്താടാ ഇല്ല 35 കഴിഞ്ഞില്ലേ അമ്മ? അമ്മ എത്ര മതിയില്ലേ? ഇന്ന് ചവക്കടവില്ല. പിന്നെ ആർക്കുള്ള ശ്രീത്തഡ് മാത്രം. പിന്നെ എനിക്കൊക്കെ കാണുമല്ലേ. ആ കിടന്നു സുബു ഉറങ്ങാൻ അടി. നീ അപ്പൊ ഞങ്ങൾക്കാ ഓ ബുദ്ധിശാലി. ആരൊക്കെ ഓർക്കാൻ വലിക്കണല്ലേ? അവളാടാ നന്ദിനി. അവിടെ എത്ര മതിയാവൂലേ? ഒന്ന് നോക്കിയേ. അതുകൊണ്ടാ നീ രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചു കേൾപ്പിക്കാന്നിട്ട് എപ്പോഴാണ് എനിക്ക് കേൾപ്പിക്കണാവോ? ഞാൻ അങ്ങോട്ട് വരുമ്പോ തന്നെ ചോദിക്കും.
നീ കന്നേപ്പിക്കണ എപ്പോഴാ? നീ ആ നോട്ടിലുള്ള മാതിരി തന്നെ എഴുതി കാണിച്ചു. എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ, എന്തെല്ലോ ബദല്ലോ. തീറ്റ ആ അമ്മ ഭദ്രേ. ബാറ്ററി 15. അത്രയും പോരമ്മേ? ബാക്കി വരെ തന്നെ നിങ്ങൾക്ക് കുടിച്ചൂടെ? ആ ഹോർലിക്സ് അഞ്ച് വരാൻ ഇല്ല, ഓളിച്ച് വാങ്ങിക്കണ്ട. ഇന്നലെ ഓളിച്ച് കൂടെ ഉണ്ടായത് വെറുതെ തിന്നല്ലേ? വെറുതെ തിന്നെ? വെറുതെ വാങ്ങിച്ചത്. വെറുതെ ആര്? അപ്പുറത്ത് അവരെ ഇത്തിരി ഓളിച്ചില്ലാതെ പറഞ്ഞിരിക്കാം. ശങ്കര് പിന്നെയും കടന്നു. അവിടെ ഒരു പ്രാവശ്യം കഴിക്കാൻ ഇത് മതിയല്ലേ? കുടില്ല. ഓ, നമ്മുടെ ഭദ്രമ്മയുടെ പാലാണിത്. ഭദ്രയുടെ സുഭദ്രയുടെ എന്നാലും ഇങ്ങനെ ഇനി ചോദിച്ച് കൂടി കറക്കണം എന്നാണ് എന്റെ മനസ്സിൽ. ഇവന് ഇത്ര വലുതായില്ലേ, ഇനി ഇവൻ പുല്ലും തീറ്റയൊക്കെ കഴിച്ചാ പോരെ അല്ലേ? പാല് കുടിക്കണോ ഇനി? നിങ്ങൾ പറയൂ. ഇനിയും കറക്കണ്ട? കൊറേ പാലുണ്ടെങ്കിൽ ഞാൻ കറക്കും. തരുവടി പാല്. അവൾ മലയാളം പഠിച്ച് പറയാറില്ലെന്നുള്ളൂ. എന്താടി നീ പാല്? മതി മതി മതി, നീ വലുതായി, നിന്റെ കറവ് നിർത്തി. നിനക്കില്ല പാല്. നീ വലിയ ചെക്കനായി, അമ്മയുടെ അത്ര ആയി. ഇവള് കാസർഗോഡല്ലേ? ഇവള് കാസർഗോഡല്ലേ? ആ പറഞ്ഞോ. അപ്പൊ ഗൈസ്, നമ്മുടെ കറവ് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുമോളുടെ കറവ് കഴിഞ്ഞു. ഇനി കുഞ്ഞുമോള് അമ്മയുടെ കുഞ്ഞാരെ മോള് കൊടുത്തോട്ടെ. കൊടുത്തോ എന്റെ മോൾ കൊടുത്തോ. ഉള്ള പാല് സുഭദ്ര തന്നു കേട്ടോ. ഇനി അവൻ വേണമെങ്കിൽ അവൻ കുടിച്ചോട്ടെ, പാവം. അയച്ചിട്ടോടാ ഞാൻ എല്ലാ അമ്മമാരുടെ അടുത്ത് പോയി പാല് തരുമോ എന്ന് അല്ലേടാ. വീരുന്ന് ഇപ്പൊ തിരിഞ്ഞു കൊടുത്തോളൂ. തരൂട്ടോ. പാലെടുക്കാണ്. എന്നാ ഞാൻ ഈ സൈക്കിളും കൊണ്ടോട്ടെ. ഞാൻ സൈക്കിളും കൊണ്ടോട്ടെ. എന്തിരീ സിംഗന്റെ മോളെ. അപ്പോ നമുക്ക് കറവ കഴിഞ്ഞു വന്നിട്ട് നമുക്ക് പാലെടുത്ത് കൊടുക്കാം. പൈപ്പ് എന്തിനാ വെറുതെ ഓണാക്കിയിരുന്നേ? ഡിങ്കൻ ഇതെടാ അമ്മ പാലെടുക്കാൻ പോണ്ട്. നീ വേലണ്ടാടാ?
പിന്നെ ഇതിനമ്മ പാത്രം എടുത്തേ. അല്ല പ്ലേറ്റ് എടുത്തില്ലേ. ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂടാളി. ചായ ഇല്ല. പിന്നെ ഞങ്ങൾക്കുണ്ട്. വരുമ്പോ ഹോർലിക്സ് അങ്ങോട്ടമ്മേ. ബൂസ്റ്റ് ഉണ്ടോ? ഹോർലിക്സ് മതി. അപ്പൊ എനിക്ക് അറിയത്തില്ലടാ, പുള്ളിക്കും ജീവിക്കണ്ടേ. നമുക്ക് ഇന്ന് സുഭദ്ര നമുക്ക് പാല് കുറച്ച് കൂടുതൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്കുള്ള പാൽ ഇന്നുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ മക്കൾക്ക് പാൽ ഉണ്ടാവാറില്ല. ചില ദിവസങ്ങളിൽ നമ്മളെ സുഭദ്രമ്മ നമ്മളെ പറ്റിക്കും. പാല് കുറച്ച് കുറവായിരിക്കും കേട്ടോ ചില ദിവസങ്ങളിൽ. ഇന്ന് നമ്മുടെ മക്കൾക്ക് പാല് കൊടുക്കാം. പിന്നെ ദേ നമ്മുടെ വീരപ്പൻ അഴിക്കാനായിട്ട് നമ്മുടെ ഫാമിലെ പണിക്കാരി കൊച്ചു കുട്ടിയാട്ടോ. അത് കയറിൽ ചെളി ഉണ്ടായോ? കഞ്ഞിയും കറിയും രാവിലെ മുതൽ കഞ്ഞിയും കറിയും വെക്കണതാണ് വെച്ച്. അപ്പോൾ നമ്മുടെ വീരനെ അഴിച്ചു വിട്ടു പാല് കുടിക്കാനായിട്ട് കേട്ടോ. അപ്പം ഇനി വീരൻ്റെ കുടിയൊക്കെ കഴിഞ്ഞ് ഇനി ഫ്രണ്ടിലോട്ടൊക്കെ ഒരു ഓട്ടോ ഒക്കെ ഉണ്ടാവും. കുറച്ചിട്ടേരിട്ടാ പാല്, കുറച്ചിട്ടേര്. കറവയൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ അതേ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നമുക്ക് മുറ്റമൊക്കെ അടിച്ചു. അതേ മുറ്റമൊക്കെ അടിച്ചിട്ടു നല്ല ഭംഗിയായിട്ടിട്ടുണ്ട് കൊച്ച്. അങ്ങനെ നമ്മൾ ഇനി കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നടക്കണം. മഴയില്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാം. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീട്ടിൽ അത്യാവശ്യം പണികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമുക്ക് 4 കുട്ടികളാണ്. അവർക്ക് ഫുഡും അവരുടെ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് അത്യാവശ്യം പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടിയൊക്കെ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഒത്തിരി എനിക്ക് പോടാ 2 മൈനീനെ കണ്ട എന്താണ് 2 മൈനീനെ കണ്ട ഭാഗ്യം ഉണ്ടാവും അത്രേ. അപ്പോൾ നമ്മുടെ ഹോം ടൂറൊക്കെ പറഞ്ഞ് ഒരു സബ്സ്ക്രൈബർ അല്ല കേട്ടോ, ഇപ്പോൾ 2-3 സബ്സ്ക്രൈബേഴ്സായി. ഹോം ടൂറൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാറ്. വാവേ അത് ആ ചൂലും ഈ അടിച്ചു വാരിയൊക്കെ അവിടെ നിന്ന് ആ സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കി വെച്ചേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണ്ട്. നമുക്കൊരു ദിവസം എടുത്ത് കൈ കൊണ്ട് പൊക്കി എടുത്ത് മരിയൊക്കെ എടുത്ത് വെച്ച് ഒതുക്കി. ഇതേ അവിടെ കണ്ട പാത്രമൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇനി ഇതിങ്ങനെ അവൾക്ക് ഓരോ മൂടനുസരിച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ വൃത്തികേടാക്കി ഇടും കേട്ടോ. അവളുടെ കളി സാധനങ്ങളാണ് ആ മൂലക്ക് വെച്ചേക്കണേ. അതെടുത്ത് അവിടെയല്ല ഇങ്ങനെ ചൂല് കാണാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒതുക്കി വെച്ച് സൈഡിലോട്ട് ചേർത്ത് വെച്ച് അവിടെയും സൈഡിലോട്ട് ചേർത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ സെറ്റിയുടെ കവറൊക്കെ നമ്മൾ മാറ്റിയിട്ടോ. ഇതൊക്കെ 18-ലെ വെള്ളത്തിലൊക്കെ മുങ്ങി കിടന്നതാണ്. മുങ്ങിയെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ കുഷ്യൻസൊക്കെ എടുത്ത് മുകളിലെടുത്ത് വെച്ചിരുന്നെങ്കിലും കുറേ ചെറുതായിട്ടൊക്കെ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ഈ കുഷ്യനൊക്കെ അനുഭവിച്ചിരുന്നു. അപ്പോൾ അതിൻ്റേതൊക്കെ ക്ഷീണം നമ്മുടെ കുഷ്യൻസിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നല്ല പുതിയ കുഷ്യനൊക്കെ വെച്ചു കേട്ടോ. അതൊക്കെ ഞാനൊരു ഹോം ടൂർ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ഇത്തിരി നേരം നമുക്കിങ്ങനെ ഒന്ന് നടക്കാം കേട്ടോ. ശരിക്കും ഒരു എക്സസൈസ് നമ്മളിപ്പോൾ എത്രയൊക്കെ പണിയെടുത്തു എന്ന് പറഞ്ഞാലും എക്സസൈസിൻ്റെ കുറവ് നമുക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് നടക്കാത്തത് കൊണ്ട് തന്നെ. എപ്പോഴും എല്ലാ ഡോക്ടേഴ്സും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു കഴിയുമ്പോൾ ശരീരത്തിലെ നീർക്കെട്ടൊക്കെ മാറുന്ന കേട്ടോ. പക്ഷേ ഇത്തിരി തരുമോ? അയ്യേ എനിക്കല്ല. അപ്പം ഞാൻ നടക്കാൻ പോവാണ് കുറച്ച് നേരം. വാവേ നടക്കാം. അപ്പോൾ മുറ്റത്ത് നമ്മുടെ ഫ്രണ്ടിൽ മുറ്റത്ത് തന്നെ കേട്ടോ നടക്കണേ. അപ്പം ആ ഒരു ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ നടക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പം നടക്കുമ്പോൾ നല്ലതായിട്ട് വ്യത്യാസം നമുക്കുണ്ടാവും. അണപ്പൊന്നും ഉണ്ടാവില്ല ശരിക്കും. വെരിക്കോസിൻ്റെ ആണെങ്കിലും എല്ലാത്തിനും നല്ലതാണ്. പക്ഷേ മടി ഒരു രക്ഷയില്ല. ഒരു ദിവസം നല്ലതാണെങ്കിൽ പിറ്റേ ദിവസം മോശമായി പോകും. അതാണ് നമ്മുടെ സ്വഭാവം. അപ്പോൾ പണിയുടെ ഒരു ഇതനുസരിച്ച് കേട്ടോ. പണി കുറവാകുമ്പോൾ
നമ്മൾ വിചാരിക്കും ഇന്ന് ചെയ്യാന്ന്, പക്ഷേ നടക്കില്ല. വയ്യ എന്ന് പറയും, അതാണ്. നമുക്ക് നടക്കാട്ടോ.